ൻ്റെ ഒരു പുതിയ ലെക്ചറിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ലെബനീസ് ടെസ്റ്റ്, ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് സീരീസിൻ്റെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ടെസ്റ്റായിരുന്നു. ഈ ലെക്ചേഴ്സുകളിലും നമ്മൾ പ്രധാനമായിട്ടും ചില സ്പെഷ്യൽ ക്ലാസ് ഓഫ് സീരീസിൻ്റെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ചില ടെസ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു മച്ച് ഡീറ്റെയിൽസ്, we discuss a lemma which is called Abel's lemma. So Abel's lemma: let x is equal to xn and y is equal to yn be sequences in R, and let the partial sums of the series summation yn is denoted by this sequence Sn with s not equal to 0. If m greater than n, m is a natural number which is greater than n, then summation k from n plus 1 to m xk times yk should be equal to xm sm minus xn plus 1 sn plus summation k is equal to n plus 1 to m minus 1 xk minus xk plus 1 times sk. സോ ഇവിടെ നമുക്ക് ഒരു സീരീസ് ഉണ്ട്, രണ്ട് സീക്വൻസ് ഉണ്ട്. എക്സ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസും വൈ എൻ എന്ന് പറയുന്ന സീക്വൻസും. ഈ വൈ എൻ എന്ന് പറയുന്ന സീക്വൻസിനും എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസുമുണ്ട്. സോ ഈ വൈ എൻ എന്ന് പറയുന്ന സീക്വൻസിന് കറസ്പോണ്ടിങ് ആയ സീരീസിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ് എസ് എൻ. ദാറ്റ് ഈസ് എസ് എൻ ആക്ച്വലി ഈക്വൽ ടു വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് എക്സെട്ര വൈ. ദിസ് ഈസ് എസ് എൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റ് എക്സ് കെ ടൈംസ് വൈ കെ എന്ന് പറയുന്ന ഒരു പുതിയ സീരീസ്, ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റായിട്ടൊരു പുതിയ സീരീസ് എടുക്കുക. ആ പുതിയ സീരീസിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ് ടി എൻ എങ്കിൽ ഇത് ടി എം മൈനസ് ടി എൻ ആണ്. സമേഷൻ കെ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് 1 ടു എം എന്ന് പറയുന്നത് എക്സ് കെ വൈ കെ ഷുഡ് ബി ഓഫ് ദിസ് ഫോം. ഓക്കെ, അതായത് നമ്മളൊരു പുതിയ സീരീസ് സമേഷൻ എക്സ് എൻ വൈ എൻ എന്ന് പറയുന്ന ഒരു പുതിയ സീരീസ് ഇതിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ആ സീരീസിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ് ടി എൻ എങ്കിൽ, സോ ടി എൻ ഷുഡ് ബി ഈക്വൽ ടു സമേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to n എക്സ് കെ വൈ കെ, ആൻഡ് ടി എം ഷുഡ് ബി ഈക്വൽ ടു സമേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to m എക്സ് കെ വൈ കെ. അങ്ങനെയാണെങ്കിൽ ടി എം മൈനസ് ടി എൻ. ഓക്കെ, അപ്പോൾ 1 മുതൽ m വരെ, ഇത് 1 മുതൽ n വരെ. സോ 1 മുതൽ n വരെയുള്ള ടേംസ് ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി സമേഷൻ കെ ഈസ് ഈക്വൽ ടു n പ്ലസ് 1 ടു m എക്സ് കെ വൈ കെ എന്ന്. ദാറ്റ് ഈസ് ദിസ് പാർട്ട്. ഓക്കെ, സോ ആക്ച്വലി ദിസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ദ difference of the sequence of partial sums of the series summation xn yn. ഈ പുതിയ സീരീസിൻ്റെ ഈ രണ്ട് സീക്വൻസിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു പുതിയ സീരീസിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണിത്. സോ അതിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പ്രൂഫ് പാർട്ട്. ഓക്കെ, സോ പ്രൂഫ് വളരെ എളുപ്പമാണ്. given that summation yn and its sequence of partial sum is Sn. Now അങ്ങനെയാണെങ്കിൽ നമുക്ക് sk should be equal to y1 plus y2 plus etc yk minus 1 plus yk, and sk minus 1 should be equal to y1 plus y2 plus etc up to yk minus 1. Now sk minus 1 നമുക്ക് yk എന്ന് എഴുതാം.
Okay, so നമുക്ക് വൈ കെയ്ക്ക് പകരം we can actually substitute sk minus sk minus 1. That's it. അങ്ങനെയാണ് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ആക്ച്വലി summation k is equal to n plus 1 to m xk yk. ഇവിടെ yk പകരം sk മൈനസ് sk മൈനസ് 1 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ which should be equal to summation k is equal to n plus 1 to m xk times sk minus 1 എന്ന് നമുക്ക് എഴുതാം. സോ ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഓൺ എക്സ്പാൻഷൻ ദിസ് ഷുഡ് ബി ഈക്വൽ ടു ആദ്യം n പ്ലസ് 1 കൊടുക്കുമ്പോൾ ദിസ് ഷുഡ് ബി ഈക്വൽ ടു n പ്ലസ് 1 ടൈംസ് sn പ്ലസ് 1 മൈനസ് sn പ്ലസ് 1 മൈനസ് s1 ഈസ് sn plus xn plus 2 times sn plus 2 minus sn plus 1. Next is xn plus 3 times sn plus 3 minus sn plus 2 plus etc. ലാസ്റ്റിൽ m minus 1 കൊടുക്കുന്നു. So xm minus 1 times sm minus 1 minus sm minus 1 minus 1 which is sm minus 2 plus xm times sm minus sm minus 1. സോ ഇനി ഇത് ത്രൂഔട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോസിറ്റീവ് ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതുന്നു. സോ xn പ്ലസ് 1 sn പ്ലസ് 1 മൈനസ് xn plus 1 sn plus xn plus 2 sn plus 2 minus xn plus 2 sn plus 1 plus etc. plus xm minus 1 sm minus 1 minus xm minus 1 sm minus 2 plus xm sm minus xm sm minus 1. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ sn പ്ലസ് 1 തുടങ്ങിയ ടേംസിൻ്റെ എല്ലാം ടേംസ് ഒരുമിച്ച് വരുന്നു. അതായത് sn പ്ലസ് 1ൻ്റെ ടേംസ് ഇവിടെ sn പ്ലസ് 1ൻ്റെ ടേംസ് ഉണ്ട്, ഇവിടെയും sn പ്ലസ് 1ൻ്റെ ടേംസ് ഉണ്ട്. അത് ഒരുമിച്ച് എഴുതുന്നു. അടുത്ത സ്റ്റെപ്പിൽ xn പ്ലസ് 2വിൻ്റെയും sn പ്ലസ് 2വിൻ്റെയും അടുത്ത ഇവിടെയും sn പ്ലസ് 2ൻ്റെ ടേംസ് വരും. അത് രണ്ടും ഒരുമിച്ച് എഴുതുന്നു. അങ്ങനെ നമ്മൾ എഴുതി പോകുന്നു. സോ ഹിയർ വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ് ആദ്യം snൻ്റെ ടേംസ് എഴുതുന്നു. sn സോ വിച്ച് ഈസ് ആക്ച്വലി മൈനസ് xn പ്ലസ് 1 ടൈംസ് sn പ്ലസ് അടുത്തത് sn പ്ലസ് 1ൻ്റെ ടേംസ്. ഇവിടെ sn പ്ലസ് 1 ടൈംസ് xn പ്ലസ് 1 മൈനസ് xn പ്ലസ് 2 എന്ന് എഴുതാം. സോ xn പ്ലസ് 1 മൈനസ് xn പ്ലസ് 2 ടൈംസ് sn പ്ലസ് 1 എന്ന് എഴുതാം. അടുത്ത ഇതുപോലെ തന്നെ xn പ്ലസ് 2 മൈനസ് xn പ്ലസ് 3 ടൈംസ് sn പ്ലസ് 2 എന്ന് എഴുതാം, എക്സെട്ര. ഇങ്ങനെ എഴുതി പോകുമ്പോൾ ലാസ്റ്റിൽ എഴുതുന്നത് sm മൈനസ് 1, sm മൈനസ് 1ൻ്റെ ഈ രണ്ട് ടേംസ്, ദറ്റ് ഈസ് xm മൈനസ് 1 മൈനസ് xm ടൈംസ് sm മൈനസ് 1. അതിന് തൊട്ട് മുമ്പ് sm മൈനസ് 1 sm മൈനസ് 2ൻ്റെ എഴുതി, പ്ലസ് ലാസ്റ്റ് ടേം ഈസ് xm sm. സോ ഇങ്ങനെ നമുക്ക് എഴുതാം. സോ ഇവിടെ ഫസ്റ്റ് ടേം ആദ്യം എഴുതുന്നു, ഇവിടെ ഫസ്റ്റ് പോസിറ്റീവ് ടേം ആദ്യം എഴുതുമ്പോൾ xm sm മൈനസ് xn പ്ലസ് 1 sn പ്ലസ് ഇവിടെ n പ്ലസ് xn പ്ലസ് 1 മൈനസ് xn പ്ലസ് 2 ടൈംസ് sn പ്ലസ് 1, xn പ്ലസ് 2 മൈനസ് xn പ്ലസ് 3 ടൈംസ് sn പ്ലസ് 2 അപ് ടു xm മൈനസ് 1 മൈനസ് xm ടൈംസ് sm മൈനസ് 1. അതിനെ എല്ലാം കൂടെ ചേർത്ത് സമ്മേഷൻ k ഈസ് ഈക്വൽ ടു
n plus 1 to m minus 1 xk minus sk minus 1 ടൈംസ് എസ് കെ എന്ന രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ കെ മൈനസ് വൺ അല്ല കെ പ്ലസ് വൺ, കാരണം ഇവിടെ എൻ പ്ലസ് വൺ കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന എൻ പ്ലസ് ടു ആണ്. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ്റെ ആൻസർ, വി ഗോട്ട് അവർ ആൻസർ, റിക്വയർഡ് ആൻസർ. നമ്മൾ ചെയ്ത ഒരേ ഒരു കാര്യം വൈ കെ എന്നുള്ളതിന് പകരം എസ് കെ മൈനസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം എസ് എൻ്റെ ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതി, എസ് എൻ പ്ലസ് വണ്ണിൻ്റെ, എസ് എൻ പ്ലസ് ടുവിൻ്റെ എക്സെട്ര ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതി. അത്ര മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ് ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആക്ച്വലി സമേഷൻ കെ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് വൺ ടു എം എക്സ് കെ വൈ കെയുടെ എക്സ്പ്രഷൻ ആണെങ്കിലും ഇത് ക്ലിയർലി ടി എം മൈനസ് ടി എൻ ആണ്, where Tm is the sequence of partial sums of the series summation xk yk. അതായത് രണ്ട് സീക്വൻസ് തരുമ്പോൾ അതിൽ നിന്നുണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെ സീക്വൻസിൻ്റെ കറസ്പോണ്ടിങ് സീരീസിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിൻ്റെ ഡിഫറൻസ് ആണ് ഈ കണ്ടുപിടിച്ച എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ഓഫ് സീരീസ് സമേഷൻ എക്സ് എൻ വൈ എന്ന് പറയുന്ന ക്ലാസ് ഓഫ് സീരീസിൻ്റെ കൺവേർജൻസിന് നമ്മളെ സഹായിക്കുന്ന ഒന്ന് രണ്ട് ടെസ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ അതിനെ സഹായിക്കുന്ന ഒന്ന് രണ്ട് ടെസ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫ്രം ദിസ് സെക്ഷൻ ഓൺവേർഡ്സ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് സമേഷൻ എക്സ് എൻ വൈ എൻ എന്ന് പറയുന്ന സീരീസിൻ്റെ കൺവേർജൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് ടെസ്റ്റ് റിഗാർഡിംഗ് ദാറ്റ് ഈസ് ഡിറിച്ലെറ്റ് ടെസ്റ്റ്. ഡിറിച്ലെറ്റ് ടെസ്റ്റ് ഈസ് if x is equal to sequence xn is a decreasing sequence with limit xn is equal to 0. x is equal to xn എന്നുള്ളത് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. ആ സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണ്. ആൻഡ് ഇഫ് ദ പാർഷ്യൽ സംസ് എസ് എൻ ഓഫ് സമേഷൻ വൈ എൻ, അതായത് സമേഷൻ വൈ എൻ എന്ന് പറയുന്ന സീരീസിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എസ് എൻ ബൗണ്ടഡ് ആണെങ്കിൽ, ദെൻ ദ സീരീസ് സമേഷൻ എക്സ് എൻ വൈ എൻ ഈസ് കൺവേർജൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. സോ ഈ സീരീസിന് രണ്ട് പാർട്ടുണ്ട്, എക്സ് എൻ എന്നൊരു പാർട്ടും ഉണ്ട്, വൈ എൻ. ഇവിടെ വേണ്ടത് ഈ എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് ഡിക്രീസിങ്ങും അതിൻ്റെ ലിമിറ്റ് 0 ആകണം. വൈ എൻ എന്ന് പറയുന്നതിൻ്റെ കറസ്പോണ്ടിങ് സീരീസിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ബൗണ്ടഡുമാണെങ്കിൽ ഈ പ്രോഡക്റ്റ് സീരീസ് എപ്പോഴും കൺവേർജൻ്റ് ആണെന്നാണ് നമ്മൾ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ്ലി പഠിച്ച ഏബൽ ടെസ്റ്റ് വെച്ചിട്ടാണ്, ഏബൽസ് തിയറം വെച്ചിട്ടാണ് ഈ റിസൾട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പ്രൂഫ്. ലെറ്റ് Tn be the sequence of partial sums of summation xn yn. ഈ സീക്വൻസിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ് Tn എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദിസ് കൺവേർജസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇത് കൺവേർജ് ചെയ്യണമെങ്കിൽ ഈ സീക്വൻസ് കൺവേർജ് ചെയ്യണം. ഈ സീക്വൻസ് കൺവേർജ് ചെയ്യാൻ ഈ സീക്വൻസ് കോഷിയാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് ദാറ്റ് Tn is Cauchy. Okay, so given that Sn is bounded, so modulus of Sn should be less than or equal to b for all n. Okay, രണ്ടാമത്തേത് ലിമിറ്റ് ഓഫ് xn is equal to 0 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് limit xn is equal to 0, which means modulus of xn minus 0 should be less than epsilon for all n greater than or equal to some k. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. മോണോട്ടോണിക് ഡിക്രീസിംഗ് ആണെന്ന് തന്നിട്ടുണ്ട്.
ഓക്കെ, സോ ഇത് കോഷിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടി എം മൈനസ് ടി എൻ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ലെറ്റ് m greater than n. m greater than n നമ്മൾ ചൂസ് ചെയ്യുന്നു. ദെൻ മോഡുലസ് ഓഫ് ടി എൻ മൈനസ് മോഡുലസ് ഓഫ് ടി എം മൈനസ് ടി എൻ should be equal to modulus of summation k is equal to 1 to m xk yk minus summation k is equal to 1 to n xk yk. So the difference is modulus of summation k is equal to n plus 1 to m xk yk. Now by Abel's theorem, this value summation k is equal to n plus 1 to m xk yk is actually equal to this value. So now instead of that value we substitute this. അതായത് Abel's theorem വെച്ചിട്ട് ഇതിൻ്റെ സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് 1 ടു എം എക്സ് കെ വൈ കെയുടെ ആൻസർ ഇതാണ്. സോ അതിന് പകരം ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് വാല്യൂ ഓൺ ടു ഹിയർ we get modulus of Tn minus Tm or Tm minus Tn എന്തായാലും കുഴപ്പമില്ല, should be equal to summation modulus of xm times sm, xm times sm minus xn plus 1 times Sn plus summation k is equal to n plus 1 to m minus 1 xk minus xk plus 1 times sk. Now this is actually less than or equal to triangle inequality വെച്ച് this is less than or equal to modulus of xm sm minus xn plus 1 sn plus modulus of summation k is equal to n plus 1 to m minus 1 xk minus xk plus 1 times sk. Okay. Now ഇനിയും ഇത് ഞാൻ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. ദിസ് ഈസ് ആക്ച്വലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, സോ ഇവിടെ this can be less than or equal to modulus of xm times sm modulus of sm minus modulus of xn plus 1 times modulus of sn എഴുതാൻ പറ്റും. modulus of sn വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു b ആണ്. സോ ദിസ് ക്യാൻ ബി written as this is actually less than or equal to modulus of xm minus sn plus 1 times b. കാരണം modulus of sn sm എല്ലാം ലെസ് ദാൻ b ആണ്. Plus this should be less than or equal to summation k is equal to n plus 1 to m minus 1 xk minus xk plus 1 times sk. ഇനി നമുക്ക് തന്നിട്ടുണ്ട് xn is monotonic decreasing, which means that xn plus 1 minus xn is less than 0 or xn minus xn plus 1 is greater than 0. അല്ലെങ്കിൽ ഇൻഡെക്സ് ചെറുതാകുമ്പോൾ വാല്യൂ വലുതാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.
സോ ഇവിടെ ദിസ് വാല്യൂ എക്സ് കെ മൈനസ് എക്സ് കെ പ്ലസ് വൺ ഈസ് ഓൾവേസ് പോസിറ്റീവ്, കാരണം സീക്വൻസ് മൊണോട്ടോണിക് ഡിക്രീസിങ് ആണ്. സോ ഇത് പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. സോ ഇതിൻ്റെ മോഡുലസിൻ്റെ ആവശ്യമില്ല. സോ ദിസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ടി എൻ മൈനസ് ടി എം ഓർ ടി എം മൈനസ് ടി എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി ഇതിന് പകരം ദിസ് ഈസ് ആക്ച്വലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, മൈനസിന് പകരം പ്ലസ് ആക്കുന്നു. എക്സ് എം പ്ലസ് എക്സ് എൻ പ്ലസ് വൺ ടൈംസ് ബി പ്ലസ്, ഇവിടെ മോഡുലസിൻ്റെ ആവശ്യമില്ല, ഇവിടെ എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട്. സോ ദിസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് വൺ ടു എം മൈനസ് വൺ ദിസ് വാല്യൂ ടൈംസ് മോഡുലസ് ഓഫ് എസ് കെ. മോഡുലസ് ഓഫ് എസ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് വൺ ടു എം മൈനസ് വൺ എക്സ് കെ മൈനസ് എക്സ് കെ പ്ലസ് വൺ ടൈംസ് ബി എന്ന് കിട്ടും. ഓക്കെ, ടി എൻ മൈനസ് ടി എം എന്നും ടി എം മൈനസ് ടി എൻ എന്നും തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സോ ദിസ് ഷുഡ് ബി ഈക്വൽ ടു മോഡുലസ് ഓഫ്, ദിസ് ഈസ് ദ കറക്റ്റ് വേ, മോഡുലസ് ഓഫ് ടി എൻ മൈനസ് ടി എം ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എം പ്ലസ് എക്സ് എൻ പ്ലസ് വൺ ടൈംസ് ബി പ്ലസ് നെക്സ്റ്റ് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ പ്ലസ് ടു ടൈംസ് ബി പ്ലസ് എക്സ് എൻ പ്ലസ് ടു മൈനസ് എക്സ് എൻ പ്ലസ് ത്രീ ടൈംസ് ബി പ്ലസ് എക്സെട്ര എക്സ് എം മൈനസ് വൺ മൈനസ് എക്സ് എം ടൈംസ് b. So this should be equal to xmb plus xn plus 1b plus xn plus 1b minus xn plus 2b plus xn plus 2b minus xn plus 3b plus etc. xm minus 1b minus xmb. ഓക്കെ, നൗ ഇവിടെ നിന്ന് നമുക്ക് കോമൺ ആയിട്ടുള്ള ടേംസ് ക്യാൻസൽ ചെയ്ത് കളയാം. എക്സ് എം ബി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ എക്സ് എൻ പ്ലസ് വൺ ബി എക്സ് എൻ പ്ലസ് വൺ ബി ടു എക്സ് എൻ പ്ലസ് ബി എന്ന് കിട്ടും. അടുത്ത ടേംസ് എല്ലാം ക്യാൻസൽ ആയപ്പോൾ ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, ഇവിടെ വീണ്ടും മൈനസ്, അടുത്ത ടേം അതിൻ്റെ പ്ലസ് ആയിരിക്കും, എക്സെട്ര. ഇതുവരെയുള്ള എല്ലാ ടേംസും ക്യാൻസൽ ആയി പോവും. സോ ദ ഓൺലി തിങ് വിച്ച് റിമൈൻസ് ഈസ് എക്സ് എൻ പ്ലസ് വൺ ബി പ്ലസ് എക്സ് എൻ പ്ലസ് വൺ ബി. അതിന് രണ്ടിനെയും കൂടെ ചേർത്തിട്ട് ടു ടൈംസ് ബി. ഓക്കെ, സോ ദ ആൻസർ ബിക്കംസ് മോഡുലസ് ഓഫ് ടി എം മൈനസ് ടി എൻ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2xn പ്ലസ് വൺ ടൈംസ് ബി. ഇനി തന്നിട്ടുണ്ട് എക്സ് എൻ കൺവേർജസ് ടു 0 എന്ന് തന്നിട്ടുണ്ട്. സോ മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് വൺ മൈനസ് 0 ഷുഡ് ബി ലെസ് ദാൻ, ഞാൻ എപ്സിലോൺ ബൈ 2b എന്നെടുക്കുന്നു, ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അല്ലെങ്കിൽ എക്സ് എൻ പ്ലസ് വൺ ഈസ് ആക്ച്വലി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2b for all n greater than or equal to k. So which implies ഇവിടെ this can be written as 2xn plus 1b എന്നുള്ളതിൻ്റെ അകത്ത് xn plus 1 is actually less than epsilon by 2b എന്നുള്ളതാണ്. So which implies modulus of tm minus tn should be less than or equal to 2xn plus 1b which is less than xn plus 1 ന് പകരം epsilon by 2b times 2b എന്ന് വരും, for all n greater than or equal to k. So modulus of tm minus tn is less than epsilon for all n greater than or equal to k. ഓൾറെഡി പറഞ്ഞു m greater than or equal to n ആണ്. സോ n greater than k ആകുമ്പോൾ m is always greater than n. So which means m comma n greater than or equal to k. So modulus of tm minus tn is less than epsilon
for all m comma n greater than or equal to k, which means that our sequence Tn is Cauchy. So Cauchy's convergence criteria വെച്ചിട്ട് we can clearly establish that this sequence is Cauchy means this sequence is convergent. So which means that Tn is convergent. So Tn is convergent means summation xk yk is convergent. That's the idea. So നമുക്ക് കൃത്യമായിട്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സീരീസ് കൺവേർജൻ്റ് ആണെന്ന് കിട്ടി. ഓക്കെ, നമ്മൾ യൂസ് ചെയ്തത് കോഷീസ് ഏബൽസ് ലെമ്മ യൂസ് ചെയ്തിട്ട് ശേഷം ഏബൽസ് ലെമ്മ യൂസ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് കോമൺ ആയിട്ടുള്ള ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പ്രത്യേകം ഓർക്കുക, എസ് എൻ എല്ലാം പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ള ഈ ആർഗ്യുമെൻറ്റ് കൊടുക്കുക. കോമൺ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ വി ഗെറ്റ് ദിസ് പാർട്ട്. എന്നിട്ട് അവിടെ കോഷീസ് ക്രൈറ്റീരിയ മാത്രം യൂസ് ചെയ്താൽ മതി. താങ്ക് യു.